നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു നീക്കവുമായിട്ട് SIT അന്വേഷണം. ഇപ്പോൾ തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും പറഞ്ഞതുപോലെ, ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള പലരും പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. കൂടുതൽ ഉന്നതർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. തന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഇനി കേരളം ആകാംക്ഷയോടെ നോക്കുന്ന കാര്യം. സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും തരത്തിൽ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്ത്രിയുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. പോറ്റിക്ക് അവസരമൊരുക്കിക്കൊടുത്തത് തന്ത്രിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ആളാണെന്നും അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടും. പോറ്റി സ്വർണ്ണ തട്ടിപ്പ് നടത്തിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. തന്ത്രപരമായ നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തിയത്. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തന്ത്രിയുടെ പങ്ക് കൃത്യമായി മറച്ചുവെക്കാൻ SIT ശ്രദ്ധിച്ചു. മുൻകൂർ ജാമ്യം തടയാനുള്ള നീക്കമായിരുന്നു ഇത്. തന്ത്രി നൽകിയ അനുമതികളിൽ 3 സംശയാസ്പദമാണെന്നാണ് റിപ്പോർട്ട്. അനുമതി എല്ലാത്തിലും നിർബന്ധമാണ്, പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തില്ലെന്നായിരുന്നു തന്ത്രി രാജീവരുടെ വാദം. എന്നാൽ ചില സ്പോൺസർഷിപ്പുകളിൽ നൽകിയ അനുമതി സംശയകരമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിയുടെ അനുമതി അഥവാ അനുജ്ഞ ആവശ്യമാണ്. ദേവസ്വം വിജിലൻസ് ഒരു ഘട്ടത്തിൽ തന്ത്രി വിശ്വാസത്തിൽ എടുത്താണ് മുന്നോട്ട് പോയത്. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്താണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ഠര് രാജീവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമാണ് കണ്ഠര് രാജീവർക്കുള്ളത്. ശബരിമല മുൻ തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ ഒളിയമ്പുമായി പത്മകുമാർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഉണ്ണികൃഷ്ണ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് ജലഹള്ളി ശാസ്ത ക്ഷേത്രത്തിൽ നിന്നാണെന്നും അവിടെ ആരായിരുന്നു തന്ത്രി എന്നത് അന്വേഷിക്കണമെന്നായിരുന്നു പത്മകുമാർ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്നാണ് പത്മകുമാർ പറഞ്ഞത്. ശബരിമലയിൽ തന്ത്രിയായി എത്തുന്നതിന് മുൻപ് വരെ 15 വർഷത്തോളമായി ജലഹള്ളി ശാസ്താ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠര് രാജീവരാണ്. പോറ്റിയെ എത്തിച്ചത് കണ്ഠര് രാജീവരാണെന്ന് പത്മകുമാർ സൂചിപ്പിച്ചിരുന്നു. 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് ശബരിമലയിൽ എത്തുന്നത്. അതിനു മുൻപ് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു. അവിടെ നിന്നാണ് ശബരിമലയിലേക്ക് വരുന്നത്. അന്ന് ജലഹള്ളിയിൽ അവിടെ ആരായിരുന്നു തന്ത്രി എന്നത് അന്വേഷിക്കണം, എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്നതായിരുന്നു പത്മകുമാർ പറഞ്ഞത്. ശബരിമലയിൽ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെല്ലാം ശബരിമലയിൽ എത്തിച്ചത് ഭരണസമിതിയാണോ? ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും. അപ്പോൾ മറുപടി പറയേണ്ടവർ മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യുമെന്നും പത്മകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും കണ്ടിട്ടുണ്ടെന്നല്ലാതെ മറ്റു പശ്ചാത്തലങ്ങളൊന്നും അറിയില്ലെന്നായിരുന്നു നേരത്തെ കണ്ഠര് രാജീവര് പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് പത്മകുമാർ കണ്ഠര് രാജീവിലേക്ക് കൂടി വിമർശനം എത്തുന്നത്. സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്നതെന്നും കണ്ഠര് രാജീവര് പറഞ്ഞിരുന്നു. വെറും ചെമ്പ് ഒരിടത്തും വെക്കാറില്ല. സംഭവത്തിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ്. കോടതിയിൽ വിശ്വാസമുണ്ട്, സത്യം തെളിഞ്ഞു വരുമെന്നാണ് വിശ്വാസമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് തന്റെ അനുമതിയോടെയല്ല, നവീകരണത്തിന് തന്റെ അനുമതി തേടി കത്ത് തന്നിരുന്നു. കേടുപാടുകൾ പറ്റിയാൽ അറ്റകുറ്റപ്പണികൾ നടത്താം, അതിനാൽ അനുവാദം കൊടുത്തു. പക്ഷേ പുറത്തു കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. അവിടെ വെച്ച് നവീകരിക്കുമെന്നാണ് കരുതിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ പരിചയമുണ്ട്. ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ലായിരുന്നു. ശബരിമലയിൽ ശാന്തിയുടെ കൂടെ 5-8 വർഷം നിന്നിട്ടുള്ള ആളാണ്. ആ പരിചയമുണ്ട്. എല്ലാ മാസവും അവിടെ വരാറുണ്ട്, തൊഴാറുമുണ്ട്. അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെയും ക്ഷണിച്ചിട്ടുണ്ട്. അതല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചുള്ള മറ്റു പശ്ചാത്തലങ്ങളൊന്നും അറിയില്ല. സ്വർണ്ണപ്പാളി വിവാദം ഭക്തർക്കിടയിൽ വളരെ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. വേദനാജനകമാണത്. വിശ്വാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കൊണ്ടുപോയ പാളികൾ തന്നെയാണോ കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ല. പൂജാ കാര്യങ്ങളുമായാണ് തനിക്ക് ബന്ധമുള്ളത്. വിജയ് മല്യ ശബരിമലയിൽ സമർപ്പിച്ചത് സ്വർണം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രംഗത്തുണ്ട്. ECIR രജിസ്റ്റർ ചെയ്തു. കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിലാണ് EDയുടെ കേസ് എന്നതും ശ്രദ്ധേയമാണ്. ഈ കേസിലെ തുടർ നടപടികൾ രാഷ്ട്രീയ കേരളത്തിൽ ഏതൊക്കെ വിധത്തിൽ സ്വാധീനം ചെലുത്തുമെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. PMLA നിയമപ്രകാരം കേസ്
കേസെടുത്തതോടെ പ്രതികളുടെ സ്വത്തടക്കം കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളും ആകും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക. പ്രത്യേക അന്വേഷണ സംഘം ചില കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം കടന്നില്ലെന്ന ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ED എത്തുന്നത്. ഇതോടെ മൂടിവെക്കാൻ ശ്രമിച്ച തെളിവുകൾ ED പുറത്തെടുക്കുമെന്ന ഭീതിയിലാണ് പല പ്രമുഖരും. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തൊടാൻ മടിക്കുന്നവരെല്ലാം ആശങ്കയിലാകും. ED കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെയാകും അന്വേഷണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങുക. എന്നാൽ പോറ്റിയിൽ മാത്രം ഇത് അവസാനിക്കില്ല. സ്വർണ്ണക്കവർച്ചയിൽ ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ പ്രാഥമിക കണ്ടെത്തൽ. ചെന്നൈയിലെ സ്ഥാപന ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണക്കടയുടമ ഗോവർദ്ധൻ എന്നിവരുടെ സാമ്പത്തിക രേഖകളും ED അരിച്ചുപെറുക്കും. തെരഞ്ഞെടുപ്പ് കാലത്തെ EDയുടെ രംഗപ്രവേശം ആർക്കാകും ഗുണകരമാവുക എന്നാണ് അറിയേണ്ടത്. ഒരു മോഷണ കേസായി ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കേസിൽ രാഷ്ട്രീയ ഉന്നതർക്കും പങ്കുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ബോർഡ് പ്രസിഡന്റുമാരായ A. പത്മകുമാർ, N. വാസു, PS. പ്രശാന്ത് എന്നിവരിലേക്കും അന്വേഷണം നീണ്ടേക്കാം. കോടതിയിൽ നിന്ന് രേഖകൾ കൈക്കലാക്കാനും ED നടത്തിയ നീക്കത്തെ പ്രത്യേക അന്വേഷണ സംഘം ശക്തമായി എതിർത്തിരുന്നു. എതിർപ്പ് തള്ളി ഡിസംബർ 19 കോടതി രേഖകൾ EDക്ക് കൈമാറാൻ ഉത്തരവിടുകയായിരുന്നു. പ്രവാസി വ്യവസായി മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളും ED ഗൗരവത്തോടെയാണ് കാണുന്നത്. ചെന്നിത്തലയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നതിനൊപ്പം അദ്ദേഹം സൂചിപ്പിച്ച പ്രവാസി വ്യവസായിയുടെ സാമ്പത്തിക ഇടപാടുകളും ED പരിശോധിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസെടുക്കുന്നതോടെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ളവർ കടുത്ത നടപടികളിലേക്ക് നീങ്ങും. കൊച്ചി ED അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉടൻ നിശ്ചയിക്കും. ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, KS ബൈജു, D. സുധീഷ് കുമാർ എന്നിവരെയും ചോദ്യം ചെയ്യുന്നതോടെ ബോർഡിനുള്ളിൽ നടന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾ വെളിച്ചത്ത് വരും. കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ജീവനക്കാരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കൊള്ളയെന്ന് തുടക്കം മുതലേ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുൻ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിന്റെ മുൻ ഭാരവാഹികളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഉന്നതരുടെ പേരുകൾ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിലുണ്ട്. സ്വർണ്ണക്കടത്തിനും അതിലൂടെയുണ്ടായ കള്ളപ്പണ ഇടപാടുകൾക്കും വലിയൊരു ഉന്നതതല ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് EDയുടെ സംശയം. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ തൊടാൻ ഭയന്ന ഈ ഉന്നതരെ ലക്ഷ്യമിട്ടാണ് EDയുടെ വരവ്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റുമാരായ A. പത്മകുമാർ, N. വാസു തുടങ്ങിയവരിലേക്കും ED അന്വേഷണം നീളുമെന്നാണ് സൂചന. കേവലം മോഷണമല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് ശബരിമലയിൽ നടന്നതെന്ന് ED കണ്ടെത്തിയാൽ അത് പിണറായി സർക്കാരിന് വലിയ പ്രഹരമാകും. ഭക്തിയെ വിശ്വാസത്തെ വിറ്റ് കാശാക്കിയ ഈ സ്വർണ്ണക്കടത്ത് മാഫിയ ഇനി EDയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുമെന്നാണ് വിലയിരുത്തൽ.